ഞാനിന്ന് കടച്ചക്കയും കൊണ്ട് ഒരു ഒഴിച്ച് കറി ഉണ്ടാക്കണം കേട്ടോ. അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടി കൊടുക്കുക. നല്ല വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. തക്കാളി നല്ല വാടട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് മസാല എന്തൊക്കെയാണ് നോക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഇത്തിരി ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുണ്ട് കേട്ടോ. തക്കാളി നല്ല വാടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എല്ലാ മസാലകളും ഇട്ട് കൊടുക്കുക കേട്ടോ. തീ കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ മസാല കരിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മസാലയുടെ പച്ചമണം മാറുന്ന വരെ നമുക്കത് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഒഴിച്ച് കറിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് കുറച്ച് വെള്ളം കൂടുതൽ വേണമല്ലോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ആ സമയത്ത് നമുക്ക് കടച്ചക്ക ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കടച്ചക്ക നല്ല മസാല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ മീഡിയത്തിലിട്ടിട്ട് എടുത്താൽ മതി. അങ്ങനെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി നോക്കണം കേട്ടോ, അടി പിടിക്കുന്നത്. അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. കറി ഏകദേശം ആയിട്ടുണ്ട്. നമ്മളെ പാകം പറഞ്ഞത് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയുകൊണ്ട്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുകൊണ്ട്, കമൻറ്റ് ചെയ്യുകൊണ്ട്,